അപ്പോഴേ ഇങ്ങനെ എക്സസൈസ് ചെയ്ത് മാത്രം നടന്നാൽ പോരാ, നമ്മുടെ ചർമ്മത്തിൻ്റെ പ്രായം കുറച്ച് കാണിക്കാനും നമ്മുടെ ഒരു ആരോഗ്യപരമായിട്ട് നമുക്ക് ഇരിക്കാനും വേണ്ടിയിട്ട് മാസത്തിലൊരിക്കൽ ഒരു ഫേഷ്യൽ നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ആ ചർമ്മത്തിൻ്റെ ചുളിവുകളൊക്കെ മാറി കവിൾ ഇങ്ങോട്ട് താഴേക്ക് തൂങ്ങുന്നതൊക്കെ അതിനൊക്കെ നമുക്ക് കുറച്ച് മാറ്റം കിട്ടും. അപ്പോൾ അത് മന്ത്ലി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ വളരെ നല്ലതാണെന്ന് തന്നെ ഞാൻ പറയും കേട്ടോ. അപ്പോൾ അതാണ്ടേ അതുപോലെ ഞാനൊരു ഫേഷ്യൽ ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഡീറ്റാനും പിന്നെ ഒരു ഫേഷ്യലും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രോസസ്സിങ് തുടങ്ങി അവർ നമുക്ക് വേണ്ടുന്ന ആ ഒരു എന്താണ് എൻ്റെ സ്കിൻ ടൈപ്പ് എന്നൊക്കെ ടെസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു, അവർ ടെസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ഡ്രൈ സ്കിന്നാണെന്ന്. അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ മുഖത്ത് അല്പം ടാനൊക്കെ ഉണ്ട്. നേരത്തെ നല്ലപോലെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇതിപ്പോൾ 2 പ്രാവശ്യമായി സ്ഥിരം എല്ലാ മാസവും ചെയ്തു തുടങ്ങിയപ്പോൾ വളരെ കുറവുണ്ട്. അപ്പോൾ അതാണ്ട് ഇപ്പം അവരതിൻ്റെ പ്രൊസീഡിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മസാജ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴൊരു ഫീലോ മാക്സ് ഇടുകയാണ്. ആ ഒരു മാസ്ക് ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റാണ് അവർ പറഞ്ഞത്. അതിന് ശേഷം റിമൂവ് ചെയ്ത് വീണ്ടും ഒന്നുകൂടി ഇടുമെന്ന് പറഞ്ഞ് എന്നോടെല്ലാം പറഞ്ഞു തന്നിട്ട് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ അതാണ്ട് ഇതിനിടയ്ക്ക് എൻ്റെ വീഡിയോ മിസ്സാകാതിരിക്കാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടി വന്ന് വീഡിയോ പിടിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഒരു നെക്ക് ഭാഗത്തൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് അത് വാഷ് ചെയ്ത് കളഞ്ഞു. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുഖത്ത് ടാൻ ഉള്ളത് കൊണ്ടായിരിക്കാം 2 പ്രാവശ്യം ഇടുന്നത്. അല്ലെങ്കിൽ ഒരു 1 ടിപ്പ് ഇട്ടാൽ മതി. സാധാരണ അങ്ങനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് 2 പ്രാവശ്യം ഇടുന്നത് ഇതുകൊണ്ടാണെന്ന്. അത് പീലോ മാസ്ക് പറിച്ച് മാറ്റുന്നു. അടർത്തി വളരെ സോഫ്റ്റായിട്ടാണ്. നമുക്ക് അല്പം പോലും ഒരു രോമം ഉണ്ടെങ്കിൽ കവിളത്തൊക്കെ ഉണ്ടെങ്കിൽ പോലും അതുപോലും അതിൻ്റെ കൂടെ പോരുമെന്ന് അറിയത്തില്ല. അത്രയും സോഫ്റ്റായിട്ടാണ് അവർ അത് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റാകാനൊക്കെ വേണ്ടിയിട്ട് ഇത് മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങൾ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു 2 മാസം കൂടിയിട്ടെങ്കിലും മസ്റ്റായിട്ട് ചെയ്യണം. ഇപ്പോൾ അവരൊരു മാസ്കാണ് ഇടുന്നത്. ഇത് ഒരു 15 മിനിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ശേഷം റിമൂവ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ റിലാക്സ് ചെയ്ത് എന്നോട് നല്ല കൂളായിട്ട് കിടക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ അവർ പിടിക്കുന്നുണ്ട്, നിങ്ങൾ യാതൊരു ടെൻഷനും വേണ്ടെന്ന് പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് ദാണ്ടേ ഇറങ്ങി മുടി ഞാൻ ഒന്ന് വാഷ് ചെയ്യിച്ചു. പിന്നെ ആ ചെറിയ രീതിക്കൊന്ന് സ്ട്രെയിറ്റനിങ് കൊടുത്തു. ആ ഒരു ചുളിവൊന്ന് മാറ്റി തന്നിട്ടുണ്ട് അവർ. അതിന് ശേഷം ഒത്തിരി മുടി കട്ടിങ് ചെയ്തു തന്നു. യു കട്ടാണ് ചെയ്തേക്കുന്നത്. വീണ്ടും അവരെന്നെ അകത്തേക്ക് കൊണ്ടുവന്നു. പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. ഇനി എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കൊരു പിടിയില്ല. അവരെടുത്ത് കഴിയുമ്പോൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളോട് അവർ പറയും, ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതാണ്ട് വാഷ് ചെയ്ത് നല്ല കൂളായ വാട്ടർ വെച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത പോലെ അവർ വിടുകയാണ്. വളരെ സോഫ്റ്റായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഒരു 40-45 വയസ്സ് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ഇത് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ തൂങ്ങി താഴേക്ക് വരാനും അതുപോലെ റിങ്കിൾസ് വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതേണ്ടേ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ചാർക്കോൾ തന്നെ വളരെ ലൈറ്റായിട്ടിട്ട് നല്ലപോലെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇതാണ്ട് ഇവിടെയാണ് നമ്മുടെ ജീവൻ പോണ പ്രശ്നം നടക്കുന്നത്. എന്തൊരു വേദനയാണെന്നറിയോ. ഇപ്പോൾ ഇത് മുമ്പ് പലപ്പോഴും നമ്മൾ പല പാർലറിനും പോയി എടുത്തിട്ടുണ്ട്. എനിക്കൊരു പാർലറുണ്ട്, അവിടെയും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഒരു വേദന അനുഭവിച്ചത് ഇവിടെ മാത്രമാണ് കേട്ടോ. അത്രയ്ക്ക് ശരിക്കും അവർ ഒരു സ്റ്റീം കൊടുത്തിട്ടാണ് അവരത് ചെയ്തത്. ഭയങ്കരമായിട്ട് എനിക്ക് ഇത് മൊത്തത്തിൽ എൻ്റെ ഇവിടെ എന്താണ് വൈറ്റ് ഹെഡും ബ്ലാക്കും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അത് ശരിക്കും അവർ റിമൂവ് ചെയ്തപ്പോൾ ഞാൻ സത്യം പറഞ്ഞ സ്വർഗം കണ്ടുപോയി. അതേപോലത്തെ വേദന എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ വേദന കടിച്ചു പിടിച്ച് കിടക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായവരെല്ലാവരും ലൈക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ. അപ്പോൾ എക്സസൈസ് വീഡിയോ എന്തായാലും പുറകെ ഉണ്ടാവും.
ഇതിന് ശേഷം ഇടാം. പിന്നെ അതുപോലെ തന്നെ ഇതൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് കമൻറ്റ് എന്തെങ്കിലുമൊക്കെ ഇടണമെങ്കിൽ ഇട്ടോ, കുഴപ്പമൊന്നുമില്ല, അതും ഇട്ടോളൂ കേട്ടോ.